നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി, അതായത് ഗൂഗിളിൻ്റെ ജിമെയിൽ ഐ ഡി നമുക്ക് എങ്ങനെ നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചിരുന്നത്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, എൻ്റെ അക്കൗണ്ട് ഞാൻ താൽക്കാലികമായി ഉണ്ടാക്കിയ അക്കൗണ്ടാണ്, അത് റിമൂവ് ചെയ്യണം. അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു അക്കൗണ്ട് നമ്മൾ ലോഗിൻ ചെയ്തു, പക്ഷേ പിന്നീട് നമുക്കത് ആവശ്യമില്ല, റിമൂവ് ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളാണ്, ഞാനത് കാണിച്ചുതരാം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ജിമെയിൽ, ഗൂഗിൾ ജിമെയിൽ എന്നുള്ള ഈ ഒരു ആപ്പ് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈലിൽ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന മുഴുവൻ ഇമെയിൽ ഐ ഡിയും കാണും. ഇവിടെ നിങ്ങൾ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് മാനേജ് അക്കൗണ്ട് ഓൺ ദിസ് ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഏറ്റവും അവസാനത്തിൽ കാണും. ഈ മാനേജ് അക്കൗണ്ട്സ് ഓൺ ദിസ് ഡിവൈസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഗൂഗിൾ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ നേരത്തെ കണ്ട എല്ലാ ഇമെയിൽ ഐ ഡിയും ജിമെയിൽ അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. ഏതൊരു അക്കൗണ്ടാണോ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു അക്കൗണ്ട് ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും. ചില മൊബൈൽ ഫോൺ താഴെ ഭാഗത്തായിരിക്കും, അത് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് റിമൂവ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ഒരു ഇമെയിൽ ഐ ഡി പുതുതായിട്ട് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഇതേപോലെ നമ്മുടെ ഗൂഗിൾ ജിമെയിൽ ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഇവിടെ കാണാം ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണും, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ഈ ഗൂഗിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇതുപോലെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊരു ഇമെയിൽ അക്കൗണ്ട്, ഏതൊരു ജിമെയിൽ അക്കൗണ്ടാണോ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ആ ഒരു ജിമെയിൽ അക്കൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ഇനി പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതേ സ്ഥലത്ത് ഇതുപോലെ തന്നെ വരിക. ഇവിടെ കാണാം ക്രിയേറ്റ് അക്കൗണ്ടും താഴെ കാണുന്ന ഭാഗത്ത് കാണാം, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നുള്ളതും ഫോർ വർക്ക് ഓർ മൈ ബിസിനസ് എന്നുള്ള 2 ഓപ്ഷൻ കാണും. ഇതിൽ ഫോർ മൈ പേഴ്സണൽ എന്നുള്ളത് നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി ആണെങ്കിൽ, നിങ്ങളുടെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഇമെയിൽ ഐ ഡി ആണെങ്കിൽ രണ്ടാമത്തെ കൊടുക്കുക. നിങ്ങൾ സ്വന്തമായി ഉപയോഗിക്കുന്ന അക്കൗണ്ട് ആണെങ്കിൽ പേഴ്സണൽ യൂസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നിങ്ങൾക്കൊരു പുതിയൊരു അക്കൗണ്ട് ഇവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും, പുതിയൊരു അക്കൗണ്ട് ആഡ് ചെയ്യാനും സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.